എന്തായാലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇമാതിരി ചെറ്റത്തരമൊന്നും വർക്ക് ചെയ്യരുത്, അത് ആരോടായാലും ചെയ്യരുത്. നമസ്കാരം. മാഞ്ഞാലിക്കടുത്ത് കുത്തിയോടുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ നമ്മൾ AC കംപ്ലൈൻറ്റ് വിളിച്ചപ്പോൾ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കംപ്ലൈൻ്റൊക്കെ ശരിയാക്കി AC സർവീസൊക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞ് അവർ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ ലോയിഡിൻ്റെ AC ഇവിടെ തന്നെ ഉള്ളതാണ്. കൂടാതെ ഒരാഴ്ച മുമ്പ് ഒരു AC കൊണ്ടുവന്നിരുന്നു, ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഒരു ടെക്നീഷ്യൻ വന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കുറേയധികം കാശൊക്കെ വാങ്ങി. നിങ്ങളൊന്ന് പോയി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എന്താണ് അതിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത റൂമിലായിട്ടാണ് ഹയറിൻ്റെ ഒരു ഇൻവെർട്ടർ AC ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് വേറൊരു ടെക്നീഷ്യൻ വന്നിട്ട് ഈ ഇൻവെർട്ടർ AC ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വീട് പണി നടക്കുന്ന കാരണം ഒരു 4 മാസത്തേക്ക് വാടകയ്ക്ക് എടുത്തായിരുന്നു ഈ വീട്. അവിടെയാണ് ഈ ടെക്നീഷ്യൻ വന്നിട്ട് ഇത്രയും കാശ് ചെലവ് ചെയ്ത് ഒരു ഇൻസ്റ്റാളേഷൻ നടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഔട്ട്ഡോർ നോക്കുമ്പോൾ മനസ്സിലാവും. ഔട്ട്ഡോർ വെച്ചാണ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അടുത്ത് വെക്കാൻ സ്ഥലം ഉണ്ടായിട്ടും ഏകദേശം ഒരു 10 മീറ്ററിലധികം പൈപ്പ് ചെയ്ത് നീട്ടി വെച്ചാക്കിയാണ്. പല ഓപ്ഷനുകളുണ്ട് ഇവിടെ വെക്കാനായിട്ട്. നമുക്ക് സെൻസൈഡിൽ വെക്കാൻ ഓപ്ഷൻ ഉണ്ട്, പാരപ്പറ്റിൽ വെക്കാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. കമ്പനി തന്നെ 3 മീറ്റർ പൈപ്പിൽ തന്നെ ധാരാളമാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അവിടെ നിന്നാണ് ഇയാൾ 10 മീറ്ററിലധികം പൈപ്പ് കൊണ്ടുപോയി വെച്ചാൽ നോക്കിയേ, എന്തൊരു കഷ്ടമെന്ന് നോക്കിയേ. ഇമാതിരി പണിയാണ് ചെയ്ത് വെച്ചാക്കണം. പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് എല്ലാവരും അറിയിക്കണം, നമ്മളും ഈ പണിയായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇമാതിരി ഒരു തരത്തിത്തരം ഒരു കസ്റ്റമറോട് കാണിക്കാൻ പാടില്ല. ഇയാൾ പറഞ്ഞ് ഇയാൾക്ക് സെൻസൈഡിൽ ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പൈപ്പ് നീട്ടി വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 10 മീറ്റർ പൈപ്പ് നീട്ടി ഇത്രയും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരാവശ്യവും അവിടെ ഇല്ല. 3-4 ഓപ്ഷനുകളുണ്ട്. സെൻസൈഡിൽ വെക്കാം, അയാൾക്ക് സെൻസൈഡിൽ ഇറങ്ങാൻ പേടിയാണെങ്കിൽ പാരപ്പറ്റിൽ സ്റ്റാൻഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. നമുക്ക് കമ്പനി തന്നെ 3 മീറ്റർ പൈപ്പ് മതി. എന്നിട്ടാണ് അയാൾ ഈ ഒരു ചെറ്റത്തരം കാണിച്ച് വെച്ചാണ്. ഇത് കണ്ടില്ലേ, എന്തോരം നീട്ടിയാണ് നമ്മുടെ ഔട്ട്ഡോർ വെച്ചാകണമെന്ന് നോക്കി. ഏകദേശം നല്ലൊരു എമൗണ്ടും അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് ഓണർ വീട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം ജോലിക്ക് പോയി. വീട്ടിൽ ഭാര്യയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ല, അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരൊരു വർക്ക് എന്നല്ല, ഇമാതിരി ചെറ്റത്തരം ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു. നോക്കിയാണ്ട് പൈപ്പൊക്കെ കാണിച്ച് വെച്ചാണ് നോക്കിയാൽ വളച്ചൊക്കെയാണ് വെച്ച് കൊടുത്തേക്കണത്. ഒരു ഭംഗിയിലും അല്ല വെച്ചേക്കണത്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടേ, ഇത്രയും സുഖമായിട്ട് വെക്കാനുള്ള സൗകര്യവും സ്ഥലമുള്ള സ്ഥലത്താണ് ഈ കൊണ്ടുപോയി വെച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് വെക്കാൻ ഓപ്ഷനൊക്കെ ഇല്ലെങ്കിൽ പൈപ്പ് നീട്ടി വെക്കാമെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ സുന്ദരമായിട്ട് സെൻസൈഡിൽ വെക്കാം, അല്ലെങ്കിൽ പാരപ്പറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാം. ഇത്ര ഓപ്ഷനുള്ള സ്ഥലത്താണ് ഇയാൾ ഈ പകൽ വെളിച്ചത്തിൽ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ട് പോയേക്കണത്. ആളാരാണെന്നൊന്നും പറയുന്നില്ല. എന്തായാലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇമാതിരി ചെറ്റത്തരമൊന്നും വർക്ക് ചെയ്യരുത്, അത് ആരോടായാലും ചെയ്യരുത്. മാന്യമായിട്ട് പണിയെടുക്കുക, പൈസ വാങ്ങിക്കുക. കസ്റ്റമറെ നല്ല രീതിയിൽ പറ്റിച്ച് പൈസ അടിച്ചുകൊണ്ട് പോയാൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ മനസ്സിലാക്കുക, ഇമാതിരി രണ്ടിത്തരം ഈ ഒരു വർക്കിലും കാണിക്കരുത്.